ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖാണോ? എന്തൊക്കെയുണ്ട് വിശേഷം? യുവർ ബെസ്റ്റ് ടീച്ചർ ഈസ് യുവർ ലാസ്റ്റ് മിസ്റ്റേക്ക്. ഡോക്ടർ APJ അബ്ദുൽ കലാം സാറിന്റെ കോട്ടാണ്. എപ്പോഴും നമ്മുടെ ഒരു ടീച്ചർ എന്ന് പറയുന്നത് നമ്മളുടെ തെറ്റുകളാണ് അല്ലേ? ഓരോ തെറ്റിൽ നിന്നും നമ്മൾ പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കും. അപ്പൊ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ടോക്സിക് റിലേഷൻഷിപ്സിനെ പറ്റിയാണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഞാൻ ഹെൽത്ത് റിലേറ്റഡ് ടോപ്പിക്സ് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് പെട്ടെന്ന് എന്താ ഇങ്ങനെ ഒരു ടോപ്പിക്ക് സെലക്ട് ചെയ്തതെന്ന്. ഞാൻ ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഹെൽത്ത് എന്ന് പറയുന്നത് നമ്മുടെ ഫിസിക്കൽ ആൻഡ് മെന്റൽ വെൽബീയിങ് ആണ്. നമ്മൾ ഫിസിക്കലി രോഗമൊന്നും ഇല്ലാത്തവരാണെന്ന് കരുതിയിട്ട് നമ്മൾ ഹെൽത്തി ആണെന്ന് പറയാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. നമ്മൾ മാനസികമായിട്ടും ഹെൽത്തി ആയിട്ടിരുന്നാൽ മാത്രമേ നമ്മൾ പൂർണ്ണ ആരോഗ്യവാൻ അല്ലെങ്കിൽ പൂർണ്ണ ആരോഗ്യവതി എന്ന് പറയാൻ പറ്റത്തുള്ളൂ. അപ്പൊ എന്താണ് ടോക്സിക് റിലേഷൻഷിപ്സ്? നമ്മൾ നമ്മുടെ സൊസൈറ്റിയിൽ ഒരുപാട് പ്രശ്നങ്ങൾ ന്യൂസിലൂടെയും പത്രത്തിലൂടെയും അല്ലെങ്കിൽ മറ്റ് സോഷ്യൽ മീഡിയാസ് വഴിയും ഒക്കെ കാണാറും കേൾക്കാറുണ്ട് അല്ലേ? പണ്ടൊന്നും ഇത്രയും കേൾക്കുന്നില്ലായിരുന്നു എങ്കിലും ഇപ്പൊ നമ്മളെല്ലാം ഈ സോഷ്യൽ മീഡിയാസ് ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ അറിയുന്നുണ്ട്. ഇപ്പൊ എന്നാ പണ്ടത്തെ കണക്ക് ചെറിയ കുട്ടികളെ ഒന്നും കല്യാണം കഴിപ്പിച്ച് അയക്കുന്നതിനൊക്കെ ഒത്തിരി മാറിയിട്ട് നമ്മൾ കുറച്ച് മെച്ചേർഡ് ഇനഫ് ആയിട്ടാണ് നമ്മൾ കല്യാണമൊക്കെ കഴിക്കുന്നത്. എന്നാലും നമ്മൾ എവിടെയൊക്കെയോ ടോക്സിക് റിലേഷൻഷിപ്സിനെ തിരിച്ചറിയാൻ പറ്റാതെ പോകുന്നുണ്ട് അല്ലേ? അപ്പൊ ഇതിന്റെ അല്ലെങ്കിൽ ഈ ടോക്സിക് റിലേഷൻഷിപ്സിനെ നമുക്ക് എങ്ങനെ തിരിച്ചറിയാമെന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അതിന്റെ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഫിസിക്കൽ ആൻഡ് വെർബൽ അബ്യൂസ്. അതായത് ഇപ്പൊ നമ്മുടെ പാർട്ട്ണർ അല്ലെങ്കിൽ നമ്മുടെ പാർട്ട്ണറിന്റെ റിലേറ്റീവ്സോ, അത് മെയിൽ ആവാം ഫീമെയിൽ ആവാം, ഒരാൾക്ക് മാത്രമേ അബ്യൂസ് ഉണ്ടാവൂ എന്നില്ല. ആരായാലും അവര് നമ്മളെ ഫിസിക്കലി ശാരീരികമായി വളരെയധികം ഉപദ്രവിക്കുക, നമുക്ക് ഭക്ഷണം തരാതിരിക്കുക, ബെൽറ്റൂരി അടിക്കുക, കൈകൊണ്ടടിക്കുക, നമ്മളെ മുറിവേൽപ്പിക്കുക, നമുക്ക് ദേഹത്തൊക്കെ രക്തം ചെത്ത് കിടക്കുക, അങ്ങനെ ഒരുപാട് ഫിസിക്കൽ പരാക്രമങ്ങൾ നമ്മളോട് കാണിക്കുന്നുണ്ട്. ഭർത്താവോ ഭാര്യയോ മാത്രമല്ല, ഭർത്താവിന്റെയോ ഭാര്യയുടെ ബന്ധുക്കളോ ഒക്കെ ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് അല്ലേ? അത് ഫിസിക്കലി. ഇനി വെർബലി, മാനസികമായിട്ട് നമ്മളെ ഹേർട്ട് ചെയ്യുന്ന വിധത്തിൽ നമ്മളെ, നമ്മുടെ വീട്ടുകാരെ, അങ്ങനെ നമുക്ക് എന്താ പറയുക, ഒരു സെൽഫ് റെസ്പെക്ട് തരാത്ത വിധത്തില് നമ്മളെ ഭയങ്കരമായി മോശമായി സംസാരിച്ച് വെർബലി വാക്കുകൾ കൊണ്ട് നമ്മളെ ഒരുപാട് മാനസികമായി തളർത്തുന്ന ഒരുപാട് രീതികളുണ്ട്. അപ്പൊ അങ്ങനെയുള്ളതും ടോക്സിക് റിലേഷൻഷിപ്പിന്റെ ഒന്നാമത്തെ കാര്യമാണ്. ഇനി രണ്ടാമത്തെ കാര്യം കെയർലെസ്. കെയർലെസ് എന്ന് പറയുമ്പോൾ അതായത് ഇപ്പൊ നമ്മള് അവരെ ഭയങ്കരമായി സ്നേഹിക്കുന്നു, ഒരു റിലേഷൻഷിപ്പിലെത്തി നമ്മൾ ഒരാളെ ഭയങ്കരമായി സ്നേഹിക്കുന്നുണ്ട്, ഭയങ്കര ആത്മാർത്ഥത കാണിച്ച് സ്നേഹിക്കുന്നുണ്ട്, അവർക്ക് എന്തെങ്കിലും ഒന്ന് പറ്റിയാൽ നമുക്ക് ഭയങ്കരമായിട്ട് എന്താ പറയാ, അത് നമുക്ക് വന്നതുപോലെ നമ്മൾ അവരെ കെയർ ചെയ്യും അല്ലേ? എന്നാൽ തിരിച്ചാണെങ്കിലോ, നമുക്കൊരു അസുഖം വരിക, നമുക്കൊരു വയ്യായിക വന്നാൽ അതൊന്നും അവർ പരിഗണിക്കുന്നതേ ഇല്ല, അല്ലെങ്കിൽ അതിന് വേണ്ടുന്ന കാര്യങ്ങൾ അവർ ചെയ്തു തരുന്നേ ഇല്ല. എനിക്ക് നീ ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എല്ലാ ദിവസവും, അത് നിനക്ക് എത്ര വയ്യെങ്കിലും അത് നീ എനിക്ക് ചെയ്തു തരണം. ഇപ്പൊ ഒരു ഭാര്യയ്ക്കാണ് വയ്യാത്തതെങ്കിൽ നീ കുക്ക് ചെയ്യുന്നുണ്ടോ, നീ കുക്ക് ചെയ്യണം. നീ ക്ലീൻ ചെയ്യുന്നുണ്ടോ, നീ ക്ലീൻ ചെയ്യണം. എന്റെ ഡ്രസ്സ് നീ അയൺ ചെയ്യണം. ഇത് നിനക്ക് വയ്യാത്തത് കൊണ്ട് മാറ്റി വെക്കാൻ പറ്റില്ല, അങ്ങനെ പറയുക. ഭർത്താവാണെങ്കിൽ ഭർത്താവ് ജോലി കഴിഞ്ഞ് ക്ഷീണിച്ച് വന്നു കഴിയുമ്പോൾ ഈ സാധനം എന്താ വാങ്ങാഞ്ഞ്, വയ്യാഞ്ഞിട്ട് അത് വാങ്ങാതെ വന്നാൽ ഇനിയിപ്പോൾ ആര് പോയി വാങ്ങാനാന്ന് പറഞ്ഞിട്ട് വഴക്കുണ്ടാക്കുക. അങ്ങനെ അവരുടെ അസുഖങ്ങളെയോ അല്ലെങ്കിൽ അവർക്കുണ്ടാവുന്ന ബുദ്ധിമുട്ടുകളെയോ ഒരു രീതിയിലും കൺസിഡർ ചെയ്യാത്ത അങ്ങനെ ഒരു കെയർലെസ്നെസ് രീതി, അതും ഒരു ടൈപ്പ് ഓഫ് ടോക്സിക് റിലേഷൻഷിപ്സ് ആണ് അല്ലേ? നമ്മളോട് ഒരു കുറച്ചെങ്കിലും ആത്മാർത്ഥത ഉള്ളവരായിരിക്കണം എപ്പോഴും നമ്മുടെ പാർട്ട്നേഴ്സ് എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ കാര്യം ഓവർ കൺട്രോൾ എന്ന് പറയും. ഓവർ കൺട്രോൾ എന്ന് പറഞ്ഞാല് ഇപ്പോ ചിലർ പറയുന്നുണ്ട്, നീ ഇനി ജോലിക്ക് പോകണ്ട, അല്ലെങ്കിൽ നീ ജോലിക്ക് പോകുന്നതിനോട് എനിക്ക് ഇഷ്ടമില്ല, നീ ജോലിക്ക് പോകാൻ പറ്റില്ല, അല്ലെങ്കിൽ നിനക്ക് ഇപ്പൊ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ, ഇപ്പൊ ഡാൻസ് പഠിക്കാൻ പോകണമെന്ന് ആഗ്രഹമുള്ളവര്, നീ ഡാൻസ് പഠിക്കേണ്ട, അതെനിക്ക് ഇഷ്ടമല്ല. ഡ്രൈവിംഗ് പഠിക്കാൻ പോകണം, അതെനിക്ക് ഇഷ്ടമല്ല. അങ്ങനെ ഓരോ കാര്യങ്ങളിലും ഇപ്പോ ഭർത്താവാണ് ഭാര്യയുടെ ഇഷ്ടങ്ങളെ കണ്ടറിഞ്ഞ് പ്രോത്സാഹിപ്പിച്ച് സപ്പോർട്ട് ചെയ്ത് ചെയ്യേണ്ടതല്ലേ? എന്നാ ഭാര്യ പറയുന്ന കാര്യങ്ങളൊന്നും ഭർത്താവിന് ഇഷ്ടമില്ലാത്തത് കൊണ്ട് ചെയ്യണ്ട എന്ന് പറഞ്ഞാൽ അതിനെ കൺട്രോൾ ചെയ്ത് വെക്കുക. അതുപോലെ തിരിച്ചും ഭർത്താവിന്റെ കുറെ ഇഷ്ടങ്ങള് പാഷൻസ് ഒക്കെ ഭാര്യയ്ക്ക് ഇഷ്ടമില്ലാത്തത് കാരണം നിങ്ങൾ ഇതൊന്നും ചെയ്യണ്ട എന്ന് പറഞ്ഞിട്ട് ഭർത്താവിനെയും കൺട്രോൾ ചെയ്യുക. അപ്പൊ എന്ത് ചെയ്യുക, നമ്മുടെ ഇഷ്ടങ്ങളെ നമ്മൾ ഉള്ളിൽ കടിച്ചമർത്തി വെക്കും തോറും നമുക്ക് ആ ലൈഫിനോടുള്ള ഒരു ഇഷ്ടം അല്ലെങ്കിൽ ഒരു അറ്റാച്ച്മെന്റ് കുറഞ്ഞിട്ട് നമ്മൾ ഭയങ്കര സ്ട്രെസ്ഡ് ആയിട്ട് മാറും അല്ലേ? അതും ഒരു ടൈപ്പ് ഓഫ് ടോക്സിക് റിലേഷൻഷിപ്പ് ആണ്. അടുത്ത പോയിന്റ് ആണ് ഡിസ്ഹോണസ്റ്റി എന്ന് പറയുന്നത്. അതായത് നമുക്ക് ഒരു സത്യസന്ധത ഇല്ലായ്മ. അതായത് ഇപ്പം ഒരു ഭാര്യയും ഭർത്താവും കൂടെ ഒരു റിലേഷൻഷിപ്പിൽ ഇരിക്കുന്ന സമയത്ത് എക്സ്ട്രാ മറൈറ്റൽ റിലേഷൻഷിപ്പ്, അത് ഭാര്യയ്ക്കുമാകാം ഭർത്താവിനുമാകാം, ഏതെങ്കിലും ഒരു പാർട്ട്ണർ
മറ്റൊരു ആളുടെ പുറകെ പോവുകയാണ്, അല്ലെങ്കിൽ അവരോട് വേറൊരു തരത്തിലുള്ള എക്സ്ട്രാ മറൈറ്റൽ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാണ്. ഇത് ശരിക്കും ഒരു നമ്മുടെ നാട്ടിലേക്ക് ഒരു മറൈറ്റൽ റിലേഷൻഷിപ്സിൽ നമുക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അപ്പോൾ ഒരിക്കലും ഇതുപോലത്തുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ പാടില്ല. നമ്മുടെ ആ റിലേഷൻഷിപ്പിൽ ഒരു ജെന്യൂനിറ്റി ഉണ്ടല്ലേ. നമ്മൾ ഒരാളെ കല്യാണം കഴിച്ച് കൂടെ താമസിപ്പിച്ച് നമ്മുടെ കുഞ്ഞുങ്ങളുടെ അമ്മയോ അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ അച്ഛനോ ആയിട്ട് കൊണ്ടു നടക്കുമ്പോൾ അവരറിയാതെ മറ്റൊരു റിലേഷൻഷിപ്പിൽ പോവുകയും അവരെ വിഡ്ഢികളാക്കുകയും ചെയ്യുന്നത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങളെയും ഡീൽ ചെയ്യേണ്ടത് വേറൊരു രീതിയിലാണ് അല്ലെ. അപ്പൊ അതും ഒരു ടൈപ്പ് ഓഫ് ടോക്സിക് റിലേഷൻഷിപ്സ് തന്നെയാണ്. അടുത്തത് എക്സ്പ്ലോയിറ്റിംഗ് ബിഹേവിയർ, അതായത് ചൂഷണം ചെയ്യുന്ന രീതി. അതായത് ഇപ്പം ഒരു ചെറുക്കനാവട്ടെ അല്ലെങ്കിൽ ഒരു പെണ്ണാവട്ടെ, അവരിൽ നിന്ന് മാക്സിമം ഊറ്റാൻ പറ്റുന്നത് ഊറ്റുക എന്ന് പറയത്തില്ല. അതായത് അയാളിൽ നിന്ന് അയാളെ കൊണ്ട് ജോലി എടുപ്പിച്ച് അയാളുടെ കാശ് മൊത്തം എൻ്റെ പേരിൽ ബാങ്കിൽ ഫിക്സഡ് ഡിപ്പോസിറ്റ് ആക്കുക, അല്ലെങ്കിൽ ആ പൈസ വാങ്ങി എൻ്റെ പേരിൽ ഒരു വീടോ അല്ലെങ്കിൽ ഒരു സ്ഥലമോ വാങ്ങി വെക്കുക. തിരിച്ചും ഭാര്യയോട് പറയാ, നീ ഇതിന്റെ വീട്ടിൽ പോയി അത് മേടിച്ചോണ്ട് പോവാ, നീ പോയി വണ്ടി വാങ്ങിച്ചോണ്ട് പോവാ, 2 ലക്ഷം വാങ്ങിച്ചോണ്ട് പോവാ, നമുക്കൊരു വീട് വെക്കാം, നീ 10 ലക്ഷം വാങ്ങിച്ചോണ്ട് പോവാ. അങ്ങനെ നമ്മളെ ഒരു കാരണവും ഇല്ലാതെ തന്നെ, നമ്മളോട് ഒരു ആത്മാർത്ഥതയും ഇല്ലാതെ തന്നെ ഇങ്ങനെ നമ്മളെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുക. എന്നാൽ നമ്മളെ തിരിച്ചറിയാൻ നമ്മൾ എന്ത് ചെയ്യും? ഈ സ്നേഹത്തിന്റെ പുറത്ത് അവർക്ക് ഇങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ചൂഷണം ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ തിരിച്ചറിഞ്ഞ് ബുദ്ധിപൂർവ്വം പെരുമാറേണ്ടത് അത്യാവശ്യമാണ് അല്ലേ. അടുത്തതാണ് ഡിസ്റെസ്പെക്ട്സ്. ഈ ഡിസ്റെസ്പെക്ട്സ് പലതരത്തിലുണ്ടാവാം. അതായത് ഇപ്പൊ ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ ഒരു കോൺവെർസേഷനിൽ ഇരിക്കുക അല്ലെങ്കിൽ ഓപ്പൺ ടോക്കിൽ ഇരിക്കുന്ന സമയത്ത് ഭാര്യ എന്ത് പറഞ്ഞാലും ഭർത്താവ് എന്ത് ചെയ്യുന്നു? അതിനെ നീ പറയുന്നതിനകത്തൊന്നും ഒരു കാര്യമില്ല, അല്ലെങ്കിൽ നീ പറയുന്നൊന്നും പോയിന്റ് അല്ല, പിന്നെ നീ പറയുന്ന കേൾക്കാണ്ടിരിക്കുക, നിനക്ക് അതിന് എന്ത് കുന്തം അറിയാം, ഇങ്ങനെ. അല്ലെങ്കിൽ ഭർത്താവ് പറയുന്നത് നിങ്ങൾക്ക് എന്താ പറയുക, നിങ്ങൾ പറയുന്നതൊന്നും ശരിയല്ല, ഞാൻ പറയുന്ന മാത്രം കേട്ടാൽ മതി. അങ്ങനെ ഒരാളുടെ അല്ലെങ്കിൽ ഒരു പാർട്ട്ണറുടെ അഭിപ്രായത്തിന് യാതൊരു വിലയും കൽപ്പിക്കാത്ത രീതിയിൽ കണ്ടിന്യൂസ് ആയിട്ട് മുമ്പോട്ട് പോവാ. ഇടയ്ക്കൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാം, ചിലത് പറയുന്നത് ശരിയായിക്കൊള്ളണമെന്നില്ല, ചിലപ്പോൾ തെറ്റാകാം. പക്ഷെ അതിനെ ഒരു റെസ്പെക്ട്ഫുൾ വേയിൽ ജെന്റിലായിട്ട് സംസാരിക്കേണ്ടതിന് പകരം എന്ത് ചെയ്യുന്നു? ഏതു നേരവും അവരെ ഡിസ്റെസ്പെക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ എന്ത് ചെയ്യുന്നു? ആ വ്യക്തിക്ക് ഉണ്ടാവുന്ന ഒരു സെൽഫ് റെസ്പെക്ട് എന്ന് പറയുന്നത് അവിടെ ചവിട്ടി മെതിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളെ നമ്മൾ എന്ത് ചെയ്യണം? ഒഴിവാക്കണം. അപ്പൊ ഇതൊക്കെയാണ് ഒരു ടോക്സിക് റിലേഷൻഷിപ്സിന്റെ ഉദാഹരണങ്ങൾ. ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുന്നു. അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ.